ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവാം എങ്ങനെയാണ് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരിക്കലും ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനോ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ ഒന്നും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. നമ്മുടെ ചാനലിനകത്ത് അങ്ങനെയുള്ള ഒരു ഹാക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ പ്രൈവസിക്കകത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നതൊക്കെ കുറ്റാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫീലിങ്സ് അതുതന്നെയായിരിക്കും ഹാക്ക് ചെയ്യപ്പെട്ടവരുടെയും ഫീലിങ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഹാക്കർമാർ നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ജിമെയിലൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളും യൂസ് ചെയ്യുന്നുണ്ട്, പല വെബ്സൈറ്റുകളും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടി അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത സമയത്തൊന്നും ഒരിക്കലും നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഹാക്കാവാൻ പോകുന്നില്ല. നമ്മൾ ആ വെബ്സൈറ്റിനകത്തേക്ക് കയറി ചെന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഹാക്ക് ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ എങ്ങനെ നിങ്ങളുടെ കൈകളിൽ ഹാക്ക് ചെയ്യപ്പെടാതെ സുരക്ഷിതമായിട്ട് വെക്കാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ വാട്സപ്പിൻ്റെ അകത്തൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത് മറ്റൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വെബ്സൈറ്റ് ഞാൻ ഇവിടെ ലിങ്ക് വെക്കുന്നില്ല. നിങ്ങൾക്ക് ആ ലിങ്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ കുറിച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് മാത്രം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതിരിക്കുക. മറ്റുള്ള സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെൻഡ് ചെയ്തു തന്നാൽ നിങ്ങളോട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഈ ഒരു ലിങ്ക് വഴി ഓപ്പൺ ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓപ്പൺ ചെയ്യാതിരിക്കുക. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു ബ്രൗസറിൻ്റെ സഹായം ആവശ്യപ്പെടും. ഞാനിവിടെ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്തു. ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലെ ചെറിയൊരു കാര്യങ്ങളൊക്കെ കാണിക്കും. അവിടെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ജനറേറ്റ് ചെയ്തത് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണ്. നിങ്ങളോട് ആരെങ്കിലും ഈ ഒരു ലിങ്ക് തന്നിട്ട് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണം എന്നാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് തന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരിക്കലും ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാതിരിക്കുക. ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ജിമെയിൽ ഐ ഡി ഞാനിവിടെ കൊടുക്കുകയാണ്. അതുപോലെ ഞാനിവിടെ ഒരു പാസ്വേഡും ഫേക്കായിട്ട് ഞാനിവിടെ കൊടുത്തു. അപ്പം നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള ഫേസ്ബുക്ക് ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്നത് ഞാനിവിടെ ലോഗിൻ ചെയ്തു. ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ എററായിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ആരാണോ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണെന്നല്ലേ, ആ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് ടോട്ടൽ വിക്ടിംസ്. അതായത് ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി എത്ര ആൾക്കാരാണോ ലോഗിൻ ചെയ്തത് അവരുടെ എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് കാണിക്കുന്നത്. ശേഷം മുകളിലായിട്ട് ഞാനിവിടെ മൈ വിക്ടിംസ് എന്നുള്ള ഭാഗം ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ജിമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡും ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള വെബ്സൈറ്റുകളോ ലിങ്കുകളോ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ യൂസർ ഐ ഡിയോ പാസ്വേഡോ ആർക്കും തന്നെ കൊടുക്കാതിരിക്കുക. ഈ ഒരു ഭാഗം ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഫേക്കായിട്ടുള്ള ലിങ്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജിൽ തന്നെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ജിമെയിൽ,
യാഹു, നമ്മുടെ യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് മുകളിലായിട്ട് കാണാൻ സാധിക്കും ഇംഗ്ലീഷ്, അതുപോലെ അറബിക്ക്, സ്പാനിഷ് തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്കാണ് ഈ ഹാക്കേഴ്സ് ഇവിടെ നിന്നും കോപ്പി ചെയ്യുന്നത്. കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് അവർ ഷെയർ ചെയ്ത് തരുന്നത്. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ജിമെയിലോ ഒക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ അവർക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാന്ന് നേരത്തെ കാണിച്ചു തന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ സബ്മിറ്റ് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഫേക്കായിട്ട് എൻ്റെ ജിമെയിൽ കൊടുക്കണമെന്നില്ല, എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ലഭിക്കുന്നതാണ്. ശേഷം ഞാനിവിടെ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റ് എററായിട്ടാണ് പോയിട്ടുള്ളത്. ശേഷം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് വിക്ടിംസ് എന്നുള്ള മൈ വിക്ടിംസ് എന്നുള്ള ഭാഗം ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ലോഗിൻ ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും കൃത്യമായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ലിങ്കുകൾ ലഭിക്കുന്നത് ക്ലിക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ലിങ്കുകളിലേക്ക് മാത്രം, ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസാണ്. നിങ്ങളോട് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മുടെ ചാനലിനകത്തോ നമ്മുടെ പേജിൻ്റെ അകത്തോ ഒരിക്കലും തന്നെ ഹാക്ക് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.